വൈ കമ്പനീസ് എൻഗേജ് ഇൻ ഇൻ്റർനാഷണൽ സോഴ്സിംഗ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് തന്നെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഏറ്റവും കുറഞ്ഞ ലേബർ കോസ്റ്റ്, അതുപോലെ തന്നെ റോ മെറ്റീരിയൽ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ്, ഇതെല്ലാം വിദേശ രാജ്യങ്ങളിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെൻസ് നമുക്ക് അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മുടെ കോസ്റ്റ് സേവ് ചെയ്യാം. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ അക്സസ് ടു എക്സ്പെർട്ടൈസ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ്. അതായത് ഡൊമസ്റ്റിക്കലി നമുക്ക് അവൈലബിൾ അല്ലാത്ത കേപ്പബിലിറ്റീസ്, സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള സ്കിൽസ്, ടെക്നോളജി, ഇതെല്ലാം നമുക്ക് ഇൻ്റർനാഷണൽ സോഴ്സിങ്ങിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് റീസൺ. തേർഡ് റീസൺ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് സപ്ലൈ എന്നുള്ളതാണ്. അതായത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസ്, ഇതുമൂലം ഉണ്ടാകുന്ന റിസ്കുകൾ മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇൻ്റർനാഷണൽ സോഴ്സിങ്ങിൽ കമ്പനികൾ കൂടുതൽ എൻഗേജ് ആകുന്നത്. ഫോർത്ത് റീസൺ എന്ന് പറഞ്ഞാൽ അക്സസ് ടു ന്യൂ മാർക്കറ്റാണ്. അതായത് അതർ കൺട്രീസിൽ നിന്ന് നമ്മൾ സോഴ്സിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിലൂടെ പുതിയ മാർക്കറ്റിലോട്ട് നമ്മുടെ ബിസിനസ് എത്തിപ്പെടുകയും ഗ്ലോബലി നമ്മുടെ കമ്പനി കൂടുതൽ റീച്ച് ആകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു റീസൺ.